ഇന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇന്നൊരു അബദ്ധം പറ്റിയ ദിവസമായിരുന്നു. എൻ്റെ ഫോണ് കാലത്ത് എണീറ്റപ്പോൾ തന്നെ ഹാങ്ങായി മൊത്തം ഫോട്ടോസും വീഡിയോസും പോയി. ഒരു 20 വീഡിയോസ് ഞാൻ എടുത്തു വെച്ചതായിരുന്നു, ഓരോ ദിവസം ഓരോന്നായിട്ട് അല്ലെങ്കിൽ 2 ഇടണമെന്ന് വിചാരിച്ചിട്ട്. അതോടുകൂടി ഇന്നത്തെ ദിവസം വളരെ പൊട്ടയായിരുന്നു, വളരെ ശോകമുഖമായിട്ടാണ് പോയത്. മൈൻഡ് ഫുള്ള് കട്ടായി. അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് വെറുതെ ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ അത്. എൻ്റെ ഫാമിലി ഫോട്ടോസ് കുറച്ച്, അതൊക്കെ കൂടി ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇടുകയാണ്. ഇതിനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവുമല്ലോ, ആ ഒരു ഇതിലാണ് ഇട്ടത്. അച്ഛനും അമ്മയും അനിയത്തിമാരും ചെറിയമ്മയും പിന്നെ എൻ്റെ മക്കളും പിന്നെ എൻ്റെ കുഞ്ഞുവാവയുടെ എൻ്റെ ചെറിയ വാവയുടെ കുറച്ച് ഫോട്ടോസും ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും, അങ്ങനെ വെറുതെ ഒരു വീഡിയോ, ഒരു രസത്തിന്. പോയ മൈൻഡ് ഉഷാറായത് രാത്രിയാന്ന് മാത്രം. വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോയി വന്നപ്പോൾ ഒത്തിരി ഒരു ഉന്മേഷം കിട്ടി. അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. എന്തായാലും എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പോയ വീഡിയോസൊക്കെ ഞാൻ ആദ്യം പോയി കവർ ചെയ്യണം. ഇപ്പം ഞാൻ വലിയൊരു ഫോട്ടോഗ്രാഫറൊന്നുമല്ല, എങ്കിലും എൻ്റെ മൊബൈലിൽ പറ്റാവുന്ന ചെറിയ വീഡിയോസ്, മൊബൈലിൽ പറ്റാവുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് അതാണ് ഞാൻ ഇടുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസും എനിക്ക് കിട്ടുന്ന ഫോട്ടോസൊക്കെ കൂടി എടുത്തിട്ട്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് എൻ്റെ യൂട്യൂബിൽ കമൻസ് കൂടുതൽ വരുന്നത്. ഓരോരുത്തരുടെ കമൻസ് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയും അഭിപ്രായങ്ങൾ അറിയിക്കണം. വളരെയധികം സന്തോഷവും നന്ദിയും എനിക്ക് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആകെ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ, എങ്കിലും 500 പേരായില്ലോ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നന്ദി സന്തോഷമൊക്കെ അറിയിക്കണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.